നമ്മളുടെ RRRലൊക്കെ നായകനായിട്ട് അഭിനയിച്ച ജൂനിയർ NTR അദ്ദേഹത്തിൻ്റെതായിട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പുറത്തിറങ്ങി ഇന്നലെ റിലീസ് ചെയ്ത പടമാണ് ദേവര. അതിൻ്റെ പാർട്ട് 1 രണ്ട് പാർട്ടായിട്ട് പടം ഇറങ്ങുന്നത്. അതിൻ്റെ പാർട്ട് 1 ആണ് ഇന്നലെ റിലീസ് ചെയ്തത്. കൊരട്ടല ശിവ ആണ് ഈ പടം സംവിധാനം ചെയ്തത്. ഒറിജിനലി ഇതൊരു തെലുഗു ഫിലിമാണ്. ഇത് ഒരു പാൻ ഇന്ത്യ ഫിലിമായിട്ട് റിലീസ് ചെയ്തത്. ഒരുപാട് പ്രൊമോഷനൊക്കെ കൊടുത്തിട്ടാണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. വലിയൊരു ബഡ്ജറ്റിലാണ് ഈ പടം ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പടത്തിനെ വിശേഷിപ്പിക്കാം. 300 കോടി എന്ന ഒരു ഭീമൻ ബഡ്ജറ്റിലാണ് ഈ പടം റിലീസ് ചെയ്തിട്ടുള്ളത്. പടത്തിൽ ജൂനിയർ NTRന്റെ കൂടെ ഒരുപാട് സപ്പോർട്ടിങ് ആക്ടേഴ്സ് ഉണ്ട്. ഒരു സ്റ്റോറി ടെല്ലറായിട്ട് കൂടെ അഭിനയിക്കുന്നത് നമ്മുടെ പ്രകാശ് രാജാണ്. KGF 2 ചെയ്ത പോലെ ഒരു സ്റ്റോറി ടെല്ലർ റോൾ തന്നെയാണ്. പടത്തിൽ ലയിച്ച് നിൽക്കുന്ന ഒരു റോള് തന്നെയാണ്. കൂടെ വില്ലൻ കഥാപാത്രമായിട്ട് ബോളിവുഡിലെ സൂപ്പർ താരമായിട്ടുള്ള നമ്മുടെ സെയ്ഫ് അലി ഖാനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ജാൻവീർ കപൂറാണ് ഈ പടത്തിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. പടം തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മഗ്ലർ, ഈ പിന്നെ യുദ്ധ കോപ്പുകൾ അതേപോലെ ആയുധങ്ങൾ അതൊക്കെ സ്മഗിൾ ചെയ്യുന്ന ഒരാൾ, ആ ആളെ ചുറ്റിപ്പറ്റിയിട്ടുള്ള 1994 വേൾഡ് കപ്പിനെ സംബന്ധിച്ച് നടക്കുന്ന ഒരു ഭീതി പടർന്ന് നിൽക്കുന്ന ഒരു സമയം. അപ്പോൾ അതിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോയിട്ട് ആണ് പടം തുടങ്ങുന്നത്. പഴയ കാലമാണ് പടം കാണിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഈ യുദ്ധ സാമഗ്രികളുടെ കള്ളക്കടത്തുകൾ കാര്യങ്ങൾ ചെയ്തിരുന്ന അല്ലെങ്കിൽ അതിനെ സഹായിച്ചിരുന്ന മുക്കുവന്മാരുടെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർ, അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥ. അത് ചെറിയൊരു ത്രെഡാണ്. അതിനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് എക്സ്ട്രാപ്പുളേറ്റ് ചെയ്ത് വലിയൊരു സംഭവമാക്കി മാറ്റിയിട്ടാണ് ഈ പടം എടുത്തു വെച്ചിട്ടുള്ളത്. പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സമുദ്രത്തിൽ അതായത് കടലിലൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അത്യന്തം ഉഷാറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. VFX പാർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഗംഭീരമാണ്. സ്രാവിനെ കാണിക്കുന്ന ഭാഗങ്ങളാണ് ശരി, ഈ പിന്നെ കടലിൽ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് ശരി, നല്ല രസമുണ്ട്. നല്ല രീതിയിലുള്ള ആക്ഷൻ സീക്വൻസുകളുണ്ട്. തീ പാറുന്ന ആക്ഷൻ സീക്വൻസുകൾ എന്ന് തന്നെ പറയാൻ പറ്റും. നല്ല ചടുലമായിട്ടുള്ള നൃത്ത ചുവടുകളുണ്ട്. നല്ല നല്ല BGMകളുണ്ട്. അതേപോലെ തന്നെ സോങ്സ് ഉണ്ട്. പടം 2.25 മണിക്കൂർ ഓളം ലെങ്ത് ഉള്ള വലിയ ഒരു പടമാണ്. ഒരുപാട് ലെങ്തിയാണ് പടം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. നല്ല രീതിയിൽ തന്നെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചേസ് സീക്വൻസുകൾ, ഫൈറ്റ് സീക്വൻസുകൾ എന്ന് പറഞ്ഞാൽ നല്ല ഗംഭീരമായിട്ട് എടുത്തു വെക്കുകയും ചെയ്തിട്ടുണ്ട്. സോങ്സും എല്ലാം മികച്ചതാണ്. പക്ഷേ എന്താ മെയിൻ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തൊരു കഥ. അത് കുറച്ച് നല്ല രീതിയിൽ ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ട് മേക്ക് ചെയ്താൽ തന്നെ പടം വളരെ ഗംഭീരമാകുമായിരുന്നു എങ്കിൽ ഈ പടം അതിൻ്റെ തിരക്കഥ പാർട്ടിൽ അത്യന്തം ഫ്ലോപ്പായി മാറി എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നിയത്. അതേപോലെ തന്നെ അതിൻ്റെ പ്രസൻറ്റേഷൻ, നമ്മളെ പ്രേക്ഷകരായിട്ട് കൺവേ ചെയ്യുന്ന പാർട്ടുകൾ, ഇതൊക്കെ അങ്ങോട്ട് ഇമോഷണലി നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള വലിയൊരു പോരായ്മ പടത്തിനുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പടം ആസ് സച്ച് ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട് പടത്തിൽ. നല്ല നല്ല പെർഫോമൻസ്, ജൂനിയർ NTRൻ്റെ ഒക്കെ പെർഫോമൻസ് ഗംഭീരമാണ്. അദ്ദേഹത്തിന് ഡാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരാളായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത്രക്കും ഗംഭീരമായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരാളാണ്. പ്രഭുദേവി അതേപോലെ തന്നെ നമ്മുടെ ഋത്തിക് റോഷനും കഴിഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ലൊരു ഡാൻസറാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഡാൻസേഴ്സ് ഇൻ ഇന്ത്യ ആണ് ജൂനിയർ NTR എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഒഴുകിപ്പോകുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ ഡാൻസ് മൂവ്മെൻറ്റ്സ് ഒക്കെ. ഗംഭീരമായിട്ട് ഈ പടത്തിലകത്ത് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ സംശയമില്ല. ഫൈറ്റ് സീക്വൻസുകളാണെങ്കിൽ പെർഫോമൻസ് ആണെങ്കിലും ശരി, ഇമോഷണൽ സീക്വൻസിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസുകളാണെങ്കിൽ കത്തി കയറുന്ന രീതിയിൽ നല്ല രസത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പടത്തിന് അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിലുള്ള ക്യാരക്ടേഴ്സ് ഇല്ല. ഒരു സ്റ്റോറി ലൈന് വളരെ നാരോ ആണ്. വളരെ വീക്ക് ത്രെഡ് വെച്ചിട്ടാണ് അവരത് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയെന്നുള്ളത് വലിയൊരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നി. സോ പടം ഓവറോൾ പടത്തിൻ്റെ മേക്കിങ്ങിൽ അതിനകത്തുള്ള VFX ആണെങ്കിലും അതേപോലെ തന്നെ BGM ആണെങ്കിലും ശരി, സോങ്സ് ആണെങ്കിലും ശരി, പിന്നെ ഓരോരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്ത് അവരെ പെർഫോമൻസുകളാണെങ്കിലും ശരി ഒക്കെ ഗംഭീരമായിട്ട് മികച്ച രീതിയിൽ തന്നെ നിൽക്കുകയാണെങ്കിലും അതിൻ്റെ സ്റ്റണ്ട് സീക്വൻസുകളൊക്കെ മികച്ചതായിട്ട് നിൽക്കുകയാണെങ്കിലും ആസ് ഹോൾ പടത്തിലെ മെയിൻ പോരായ്മ എന്ന് പറഞ്ഞാൽ തിരക്കഥയുടെ കെട്ടുറപ്പില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ പടം ഒരു ജസ്റ്റ് എബോ ആവറേജ് തിയേറ്റർ പെർഫോമൻസ് മാത്രമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ടൈം ഉണ്ടെങ്കിൽ മാത്രം, ക്ഷമയുണ്ടെങ്കിൽ മാത്രം, അതേപോലെ തന്നെ ജൂനിയർ NTRൻ്റെ ഒരു കട്ട ഫാനാണ്. ഇപ്പോൾ ജനത ഗാരേജ് അതേപോലെ RRR ഈ പടങ്ങളിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അദ്ദേഹത്തിനെ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞ് കണ്ട് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തിയേറ്ററിൽ പോയി കാണുന്നതിൽ ഒരു സംശയമില്ല. അല്ലാതെ ഒരു ലോജിക്കൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഇത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുള്ള പറയാനുള്ളത്. ഒരു ജസ്റ്റ് എബോ ആവറേജ് മൂവി മാത്രമാണ് ഇന്നലെ റിലീസ് ചെയ്ത ദേവര പാർട്ട് 1. ഇനി ഒരു സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ട്. അതിൽ ഈ ഫൈനൽ ഇതിനകത്തുള്ള ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്വിസ്റ്റും ടേൺസൊക്കെ വെച്ച് കുത്തി നിറച്ചിട്ട് അവർ എന്തൊക്കെ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ബാഹുബലിയുടെ ഒരു വേറൊരു വേർഷൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ എൻഡിങ് ഒക്കെ കൊണ്ടുവെക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്.
അപ്പോൾ ആ രീതിയിലുള്ള ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ കോപ്പി അടിച്ചു എന്നുള്ള രീതിയിലെ ഫീലാണ് ബേസിക്കലി എനിക്ക് തോന്നിയത്. സോ ജസ്റ്റ് എബോ ആവറേജ് തിയേറ്റർ വാച്ച് മൂവി മാത്രമാണ് ഇന്നലെ റിലീസ് ചെയ്ത ദേവര പാർട്ട് 1.